കണ്ണൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എടക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കെ.വി. രവീന്ദ്രനും കുടുംബവും പാർട്ടി വിട്ട് സിപിഎമ്മിൽ ചേർന്നു. എം.വി. ജയരാജൻ, കെ. രാഗേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. കോൺഗ്രസ് കണ്ണൂർ ബ്ലോക്ക് മുൻ പ്രസിഡന്റ് കൂടിയാണ് കെ.വി. രവീന്ദ്രൻ. കെ. സുധാകരന്റെ അടുത്ത അനുയായി. പ്രവർത്തന മണ്ഡലം സുധാകരന്റെ സ്വന്തം തട്ടകമായ എടക്കാട്. കോൺഗ്രസിന്റെ പ്രധാന ചുമതല മുതൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വരെ വഹിച്ചു. ഇങ്ങനെയുള്ള ദീർഘകാലത്തെ കോൺഗ്രസ് ബന്ധമാണ് കെ.വി. രവീന്ദ്രൻ ഉപേക്ഷിച്ചത്. വർഗീയ കക്ഷികളുമായുള്ള കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതെന്ന് കെ.വി. രവീന്ദ്രൻ പറഞ്ഞു. ജനങ്ങളെ ശാസിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നതെന്നും കുറ്റപ്പെടുത്തിയാണ് പടിയിറക്കം. കെ.വി. രവീന്ദ്രന്റെ ഭാര്യ പി.കെ. വീണ, മക്കളായ രഹിൽ രവീന്ദ്രൻ, ലയ രവീന്ദ്രൻ എന്നിവർ ഉൾപ്പെടെയാണ് കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ ചേർന്നത്. സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ രവീന്ദ്രനെയും കുടുംബത്തെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം.വി. ജയരാജൻ, ജില്ലാ സെക്രട്ടറി കെ. രാഗേഷ്, എടക്കാട് ഏരിയ സെക്രട്ടറി എം.കെ. മുരളി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയവാദികളുമായുള്ള കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് വരും ദിവസങ്ങളിൽ നിരവധി പ്രവർത്തകരും നേതാക്കളും കോൺഗ്രസ് വിട്ടുവരുമെന്ന് എം.വി. ജയരാജൻ പറഞ്ഞു. സിപിഎം എടക്കാട് ലോക്കൽ സെക്രട്ടറി കെ. പ്രദീപൻ, ഏരിയ കമ്മിറ്റി അംഗം പി. പ്രകാശൻ, മുൻ ലോക്കൽ സെക്രട്ടറി കെ.വി. ബാബു തുടങ്ങിയവർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. പ്രൈം 21 കണ്ണൂർ.